ഹായ് ആൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ഫേഷ്യൽ കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒത്തിരി നാളായി ഞാൻ ഫേഷ്യലൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല ചൂടാണ്, ബാംഗ്ലൂരും ചൂട് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ തനിയെ തന്നെയാണ് പണ്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, അല്ലാതെ സലൂണിൽ പോയി അധികം ചെയ്യാറില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിയായിരുന്നു. ഗ്ലാം വേദയുടെ 6 സ്റ്റെപ്പുള്ളൊരു ഫേഷ്യൽ കിറ്റാണ് വാങ്ങിയത്. അതിൽ 6 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, ഇങ്ങനെ 6 സ്റ്റെപ്പുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ സോപ്പ്, ചിലർ സോപ്പിട്ട് മുഖം കഴിയുന്നവരുണ്ട്, അതിന് പകരമുള്ളതാണ് ക്ലെൻസർ. രണ്ടാമത്തെ പോളിഷിംഗ് ആണ്. പോളിഷിംഗ് കഴിയുക. ഞാൻ ഓരോ സ്റ്റെപ്പും ഞാനത് കാണിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. രണ്ടാമത്തെ സ്റ്റെപ്പ് പോളിഷിംഗ്. മൂന്നാമത്തെ സ്റ്റെപ്പ് മസാജാണ്. മസാജ് സ്റ്റെപ്സ് ഞാൻ കാണിച്ചു തരാം. നാലാമത്തെ സ്റ്റെപ്പ് ഹൈഡ്രേറ്റിംഗ് ജെല്ലാണ്. നമ്മുടെ മുഖം നല്ല തുടുത്ത് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കും, ഒരുമാതിരി ഉണങ്ങി വരേണ്ട പോലെ ഇരിക്കത്തില്ല. ഓക്കെ, ഹൈഡ്രേറ്റിംഗ് ജെൽ. അഞ്ചാമത്തെ സ്റ്റെപ്പ് മാസ്ക് ആണ്. ഇതിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്യണം, വാഷ് ചെയ്ത് കളയണം. അപ്പം ഇത് അഞ്ചാമത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് ഫേഷ്യൽ സിറം ഉപയോഗിക്കുന്നത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്ത് നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ തരും. ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ വെയിലത്തോടി പോവുകയോ അല്ലെങ്കിൽ വേറെ സോപ്പിട്ട് മുഖം കഴുകുകയോ ഒന്നും ചെയ്യരുത്. അതൊക്കെ ഇതിന്റെ ഗുണം ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത്. ചിലർ ഫേഷ്യലൊക്കെ കഴിഞ്ഞിട്ട് ഫേഷ്യൽ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് വെയിലത്തൊക്കെ ഇറങ്ങി നടക്കും. പക്ഷെ അത് നെഗറ്റീവായിട്ടായിരിക്കും. കാരണം ജിമ്മിൽ പോണവരുണ്ട്, സ്വിമ്മിങ്ങിന് പോണവരുണ്ട്, കളിക്കാൻ പോകുന്നവരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു 1.5 ദിവസത്തേക്കെങ്കിലും 2 ദിവസത്തേക്കെങ്കിലും അങ്ങനെ ഒന്നും ചെയ്യാതിരുന്ന ഇതിന്റെ ഗ്ലോ നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും. ഈ ഫേഷ്യൽ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ മുഖത്ത് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനും, ഈ ഐ ബാഗ്സ് ഇവിടെ ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ നല്ല ഉരുണ്ടിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും രാവിലെയൊക്കെ എണീക്കുമ്പോൾ, അതെല്ലാം അങ്ങ് മാറിക്കിട്ടാനും, പിന്നെ കണ്ണിൻ്റെ ചുറ്റാകം ഒരു മസാജൊക്കെ കൊടുക്കുമ്പോൾ കണ്ണിന് കുറച്ചൊരു തെളിച്ചം വരാനും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫേഷ്യൽ മസാജ് സ്റ്റെപ്സ് കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന, തീരെ ഉള്ളിലല്ല, കെട്ടിക്കിടക്കുന്ന അഴുക്കും ടോക്സിൻസും എല്ലാം നമുക്കിവിടെയൊക്കെ ചാനൽസ് ഉണ്ട് ഇങ്ങനെ, അതെല്ലാം ഒഴുകിപ്പോകാൻ. ഈ ചാനൽസൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ അതിന് ബ്ലോക്കേജ് ചെറുതായിട്ടുണ്ടാകും. അപ്പോൾ ഈ മസാജ് കൊടുക്കുമ്പോൾ ഈ ബ്ലോക്കേജ് എല്ലാം മാറി ഇതെല്ലാം ഈ ടോക്സിൻസും വെള്ളവും നീര് പോലത്തെ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴുകി അങ്ങ് അത് എക്സ്ക്രീറ്റ് ആയി പൊയ്ക്കോളും നമ്മുടെ ബോഡിയിൽ നിന്ന്. അതുകൊണ്ടാണ് ആളുകൾ ആയുർവേദ തടവാനൊക്കെ പോകുന്നതിൻ്റെ റിസൾട്ട് ഇത് തന്നെയാണ്. അത് നമ്മുടെ ബോഡിയിൽ നിന്ന് കംപ്ലീറ്റ് ടോക്സിൻസും എക്സ്ക്രീറ്റ് ചെയ്ത് പോകുമ്പോൾ നല്ല ഗ്ലോയും നല്ല സ്കിന്നും ഒക്കെ ആയിട്ട് ഇരിക്കും. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ തനിയെ നമ്മുടെ മുഖത്തിന് ഒരു ഫേഷ്യൽ മസാജ് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇത് വളരെ പൈസ കുറഞ്ഞതാണ്. ഇതൊരു 200 താഴെ 175 രൂപയേ ഉള്ളൂ. ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഇനി നിങ്ങൾക്ക് ഇത് വാങ്ങാനില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചും ഒരു മസാജൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ തനിയെ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും എൻ്റെ കോൺസെപ്റ്റിൽ എനിക്ക് തനിയെ കൊടുക്കുന്നതാണ് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. ഇല്ല, നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, അവിടെ പോയി വേണമെങ്കിലും ചെയ്യാം. അവരൊക്കെ നല്ല കൂടിയ സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യും. ഇല്ല, നമുക്ക് വല്ലപ്പോഴും തനിയെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വാങ്ങിച്ച് നമുക്ക് തനിയെ ചെയ്യാം. ഇനി ഫേഷ്യൽ സ്റ്റെപ്സ് ഭയങ്കരമായിട്ട് സ്റ്റെപ്സ് ഒന്നും അറിയണമെന്നൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. അപ്പോൾ ക്ലെൻസിങ്ങിന് നമ്മൾ കമ്മൽ മാലയെല്ലാം മാറ്റിയിട്ട്, പൊട്ടുണ്ടെങ്കിൽ പൊട്ടും എല്ലാം മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി കരി എഴുതുന്ന ആൾക്കാരാണെങ്കിൽ കരി കംപ്ലീറ്റ് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ കരി മുഴുവൻ പടർന്ന് ഇതിൻ്റെ കൂടെ അത് കലങ്ങി നമ്മുടെ കളർ മുഴുവൻ പോകും. ആദ്യം മുഖം ഒന്ന് നന്നായിട്ട് നനയ്ക്കണം. നനച്ച് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ശകലം എടുക്കണം. ഞാൻ ഇത്രയാണ് എടുത്തത്. ഓക്കെ, 2 കയ്യിലായിട്ട് ഒന്ന് ആക്കിയിട്ട് എപ്പം നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ കഴുത്തും കൂടെ ഒന്ന് കവർ ചെയ്യണേ, അല്ലെങ്കിൽ കഴുത്തിനൊരു കളറാവും. ഒരു 2 to 3 മിനിറ്റ്സ് നമ്മൾ നല്ലോണം ക്ലെൻസ് ചെയ്യണം, കാരണം അഴുക്കൊക്കെ പോകണം. ഓക്കെ, പിന്നെ വാഷ് ചെയ്യാം. ഞാൻ അതിൻ്റെ പകുതി, ആ പാക്കറ്റിലെ പകുതിയാണ് എടുത്തത്, ബാക്കി പകുതി അതിൽ തന്നെ ഉണ്ട്. ഞാൻ വാഷ് ചെയ്യാമേ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പും ഈ സെയിം രീതിയിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന ഫേസ് പോളിഷർ എന്നാണ്. ഓക്കെ, അതും ഞാൻ കുറച്ചാണ് എടുക്കുന്നത്. കുറച്ച് മതി. നമ്മുടെ ഒരു മുഖത്തിനും കഴുത്തിനും ഇടാനായിട്ട് ഇത്രയാണ് എടുത്തത്. 2 കയ്യിലും ഒക്കെ
ഇത് പോളിഷർ എന്ന് പറയുന്ന അവർ യഥാർത്ഥത്തിൽ ഇത് സ്ക്രബാണ്. സ്ക്രബ് അതിൽ ചെറിയ ചെറിയ ഗ്രാന്യൂൾസ് ഉണ്ട്, സ്ക്രബാണ്. അപ്പൊ സ്ക്രബ് നമ്മൾ കണ്ണിന്റെ ഭാഗത്തോട്ട് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഇത് സ്ക്രബാണ്, അതിനവർ പുതിയൊരു പേര് കൊടുത്തതാണ് പോളിഷർ എന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്ക്രബാണെന്ന് വിചാരിച്ചങ്ങ് ചെയ്താൽ മതി. സ്ക്രബ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം റിമൂവ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, ഒന്ന് നല്ല പോളിഷാവും, സ്കിന്ന് നല്ല പോളിഷാവും. കുറച്ചൊന്ന് വെറ്റ് ചെയ്യാൻ കയ്യിൽ. ഒരുപാട് പ്രഷർ കൊടുക്കരുത്. സ്ക്രബ് ഇടുമ്പോൾ ഒരുപാട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ നമ്മൾ അറിയാതെ തന്നെ സ്ക്രാച്ച് വീഴും. ആ സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ക്രാച്ച് എന്ന് വെച്ചാൽ ഒരു മുറിവ് പോലെ ഉണ്ടാവും, നമ്മൾ പോലും അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വെള്ളം നനച്ചു കൊടുത്താൽ എളുപ്പമായിട്ട് ഹാൻഡ് മൂവ്മെന്റ് പോകും, നമുക്ക് എളുപ്പമായിരിക്കും. സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും കണ്ണ് നല്ലോണം അടയ്ക്കണം, കണ്ണിൻ്റെ അകത്ത് ആ ഗ്രാന്യൂൾസ് പോകരുത്. അവർ പറയുന്നത് അവോയ്ഡ് ഐ ഏരിയ എന്നാണ്, കണ്ണിൻ്റെ അവിടോട്ട് ചെയ്യണ്ട എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ സൂക്ഷിച്ച് ചെയ്തു കഴിഞ്ഞാൽ കണ്ണിൻ്റെ അവിടെയും ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇതും 2 to 3 minutes ആണ്. ഇനി വാഷ് ചെയ്തിട്ട് വരാമേ. അപ്പോൾ സ്ക്രബും ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് മസാജാണ്. ഇതാ മസാജ്. തേർഡ് സ്റ്റെപ്പ് ഇസ് മസാജ്. മസാജ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം കേട്ടോ. ഞാനൊക്കെ പഠിക്കുമ്പം ചെയ്തിട്ടുള്ള ഇവിടെ നിന്നേ തുടങ്ങിയിട്ടാണ് വേണം. ഇപ്പം ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല, നമുക്ക് ഇതോട്ട് കാണിച്ചു തരാം. അപ്പം മസാജിൻ്റെ ക്രീം എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ക്രീമാണ്. മസാജ് ക്രീം ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ, അതത്രയും വേണ്ടി വരും നമുക്ക്. മസാജ് ക്രീമും കയ്യിലെടുത്തിട്ട് ഒന്ന് ഞാൻ അപ്ലൈ ചെയ്ത് ആദ്യം, അല്ലെങ്കിൽ നമ്മൾക്ക് തെളിയത്തില്ല. അത് ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെ നേ തുടങ്ങാം കേട്ടോ. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതായത് ഒരു 3, 4, 5, 6. ഓക്കെ, ഇവിടെ 1, 2, 3, 4, 5, 6. ഓക്കെ, ഇനി ഇവിടത്തെയാണ്, അതായത് ഇവിടെ ഡബിൾ ചിൻ ഉള്ളിടത്തുനിന്ന് ആണ് ചെയ്യാറുള്ളത്. ഓക്കെ, 1, 2, 3, 4, 5, 6. ഈ വശം അതുപോലെ തന്നെ 1, 2, 3, 4, 5, 6. എപ്പോഴും നമ്മൾ സമാധാനമായിട്ട് സാവകാശം കുറച്ച് നല്ല പ്രഷർ നമുക്ക് എത്രയാണോ വേണ്ടിയത് ആ പ്രഷർ കൊടുത്ത് വേണം ചെയ്യാനായിട്ട്. അപ്പം ഇത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് പ്രസ് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്നൊന്ന് ഹോൾഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് വീണ്ടും കൈ എടുത്തിട്ട് ഡ്രാഗ് ചെയ്ത് ബാക്കിലോട്ട് കൊണ്ടുവരിക. ഇനിയും 1, 2, 3, 4, 5, 6 എന്നിട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. 1, 2, 3, 4, 5, 6 ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നിട്ട് നല്ല പ്രഷർ കൊടുത്ത് ഇവിടെ വന്നൊന്ന് പ്രസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഫോഴ്സ് ഇല്ലാതെ വരണം. ഇവിടുന്ന് മേളിലോട്ട് നല്ല ഫോഴ്സിൽ പോയിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഫോഴ്സ് ഇല്ലാതെ വരിക. അങ്ങനെ. ഇനി ഇവിടെ നിന്നുള്ള മസാജാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള 3 സ്റ്റെപ്പായിട്ട് ഇച്ചിരി വെള്ളം തന്നില്ല കേട്ടോ, കൈ ഉണങ്ങുന്നുണ്ട്. 1, 2, 3, 4,
5 6 ഇനി ഇവിടെ നിന്ന് 1 2 3 4 5 6 ഇനി ഇവിടെ നിന്ന് 1 2 3 4 5 6 ഇത്രയായിരുന്നു. അതേപോലെ ഇവിടെ ഓക്കെ 1 2 3 4 5 6 ഇവിടെ 1 2 3 4 5 6 ഇനി ഇവിടെ 1 2 3 4 5 6 ഇനി നമ്മുടെ കൈ ഒന്ന് ഇവിടെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്യുക. താഴോട്ട് വരിക. പഫി ഐസിനൊക്കെ ഇത് നല്ലതാണ്. ഇവിടെ കൊണ്ടുവന്ന് പ്രസ് ചെയ്യുക, താഴോട്ട് വരിക. പ്രസ് ചെയ്യുക, താഴോട്ട് വരിക. കണ്ണിന് എപ്പോഴും റിംഗ് ഫിംഗറെ ഉപയോഗിക്കാവൂ, കാരണം പ്രഷർ ഒരുപാട് കൊടുക്കണ്ട. ഇങ്ങനെ പോവുക, വീണ്ടും താഴോട്ട് വരിക, ഇങ്ങനെ പോവുക, താഴോട്ട് വരിക. തിരിച്ചും അതുപോലെ തന്നെ 1 2 3 കണ്ണിൻ്റെ ഇവിടെയും 3 പ്രാവശ്യം ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, കണ്ണിൻ്റേത്. എന്നിട്ട് ഇനി പുരികം നമ്മൾ പ്രസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇനിയും പ്രസ് ചെയ്യുക. എന്നിട്ട് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്യുക. ഇനിയും പ്രസ് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് 1 ടൈം ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരിക. അപ്പോൾ പുരികമായി. ഓക്കെ, ഇനി നെറ്റിയാണ് വരുന്നത്. ഓക്കെ, നെറ്റി വരുമ്പോൾ ഇവിടെ നിന്ന് മേളിലോട്ട് മസാജ് കൊടുക്കുക. മേളിലോട്ട് മസാജ് ഒരു 6 ടൈംസ് കൊടുക്കുക. 6 ടൈംസ് കൊടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ലൈൻ കാണുമല്ലോ, റിങ്കിൾസ്, അത് പോകാനായിട്ടാണ് ഇങ്ങനത്തെ മസാജ് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഹെയർ ലൈൻസ് ഇവിടെ ഉള്ള മസാജ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങ് കൊടുത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. നമുക്ക് എത്രയാണോ പ്രഷർ വേണ്ടി അത് മാത്രം നമ്മൾ കൊടുക്കുക. ചിലർക്ക് പ്രഷർ ഒരുപാട് വേണമായിരിക്കും, ചിലർക്ക് പ്രഷർ കുറച്ച് വേണമായിരിക്കും. അത് ഓരോരുത്തരുടെയും ബോഡിയുടെ നേച്ചർ അനുസരിച്ചിരിക്കും. ഓക്കെ, ഇനി ഇത് കയ്യിൽ നേർച്ചാക്കിയിട്ട് ഇങ്ങനെ ആക്കണം. കാരണം ഇവിടെയാണ് നമ്മുടെ ഈ അഴുക്കെല്ലാം പോണ ചാനൽസ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ടാക്കിയിട്ട് കഴുത്തിൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്ത് ഇറക്കും. അപ്പോൾ ഇതുവഴി വേസ്റ്റ് എല്ലാം പോയിക്കോളും. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ ഇവിടെ നിന്ന് എടുത്ത് താഴോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ മസാജ്. ഇതൊരു 10 to 15 മിനിറ്റ്സ് വരെ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് വാഷ് ചെയ്യുക. ഓക്കെ, അടുത്തത് ജെൽ ആപ്ലിക്കേഷൻ ആണ്. അവരുടെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്ന ജെൽ ആപ്ലിക്കേഷൻ ആണ്. അതും ഇട്ടിട്ട് ഒരു 3 to 5 മിനിറ്റ്സ് നമ്മൾ കൈ കൊണ്ട് ചെറുതായിട്ട് മസാജ് കൊടുക്കണം. കണ്ടോ, ഇത് ജെല്ലാണ്. അത് ഇച്ചിരി കട്ടിയാണ്. ഇതിനൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. ഓക്കെ, അത് മസാജ് ചെയ്യുമ്പോൾ നല്ല പ്രഷർ കൊടുത്ത് ചെയ്യണമെന്നില്ല കേട്ടോ. മസാജ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മസാജാണ് ചെയ്യാറ്. അപ്പോൾ അതിന് നല്ല ഇച്ചിരി പ്രഷർ കൊടുക്കണം. ഇത് കുറച്ചൊന്ന് 3 to 5 മിനിറ്റ്സ് എല്ലായിടവും അപ്ലൈ ചെയ്യണം. ഹൈലൂറോണിക് ആസിഡിന്റെ ഗുണങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വാട്ടർ കണ്ടന്റ് നിലനിർത്തും. അതാണ് അതിന്റെ ബേസിക്. ഇത്
അന്തരീക്ഷത്തിലുള്ള വെള്ളവും നമ്മുടെ ബോഡിക്കകത്ത് സ്കിന്നിൻ്റെ അടിയിലുള്ള എല്ലാം അതങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ സ്കിന്നിലേക്ക് തരും. അതാണ് ഹൈലൂറോണിക് ആസിഡിൻ്റെ ഇത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഹൈലൂറോണിക് ആസിഡ് ഏത് ആൾക്കാർക്കും യൂസ് ചെയ്യാം. പക്ഷെ യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം, നനഞ്ഞ മുഖത്തിലായിരിക്കണം ഹൈലൂറോണിക് ആസിഡിന്റെ സെറം യൂസ് ചെയ്യാനുള്ള. അല്ലെങ്കിൽ ക്രീം ആയാലും ഒന്ന് നനയ്ക്കുക മുഖം, വെള്ളം കോരി ഒഴിച്ച്, വെള്ളം വേണമെന്നില്ല, ഒന്ന് നനച്ചിട്ട് അതിൽ വേണം ഈ സെറമോ ക്രീമോ യൂസ് ചെയ്യാൻ. പിന്നെ ഫേഷ്യൽസ് എപ്പോഴും ഞാൻ പറയുന്നത് എപ്പോഴും രാത്രിയിൽ ചെയ്യാനാണ്. രാത്രി ചെയ്യുമ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങി എണീക്കുമല്ലോ, ഉറങ്ങി എണീക്കുമ്പോൾ നമുക്ക് നല്ല ഗ്ലോ കാണും മുഖത്ത്. പകൽ ചെയ്യുന്നതിനേക്കാൾ ഫേഷ്യൽ എപ്പോഴും രാത്രിയിലാണ് ചെയ്യാൻ നല്ലത്. ഹൈലൂറോണിക് ആസിഡ് സീറം ഒക്കെ പകലും ഇടാം, രാത്രി ഇടാം. ഒരുപാട് ഡ്രൈ ഉള്ള ഫേസ് ആണെങ്കിൽ നമുക്ക് 2 നേരം ഇടാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി മാത്രം ഇട്ടാലും മതി. ഓക്കെ, ഇനി ഇത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് നനഞ്ഞൊരു ടവൽ കൊണ്ട് തുടച്ചാലും മതി. ഇനി മാസ്ക് ആപ്ലിക്കേഷൻ ആണ്. മാസ്ക് നമ്മുടെ കഴുത്തിലും മുഖത്തും എല്ലാം ഇടണം. ഇട്ട് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ്സ് നമ്മൾ റിലാക്സ് ചെയ്തിരിക്കണം. അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒന്നും ചെയ്ത് എവിടെയെങ്കിലും പോയി റിലാക്സ് ചെയ്ത് കണ്ണും അടച്ചങ്ങിയിരിക്കണം. അപ്പം മാത്രമേ മാസ്കിൻ്റെ ഇത് നമുക്ക് കിട്ടുള്ളൂ. ഇച്ചിരി കട്ടിയുള്ളൊരു ക്രീമാണ്. മാസ്കും കുറച്ചേ ഉള്ളൂ കേട്ടോ. മാസ്ക്, മസാജ് ക്രീം അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കുറച്ചേ ഉള്ളൂ. ക്ലെൻസറും സ്ക്രബും മാത്രമാണ് കൂടുതലുള്ളത്. അപ്പം ഇനി 15 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് കാണാം. ഓക്കെ, 15 മിനിറ്റ്സ് കഴിഞ്ഞു. ഇതെല്ലാം നല്ല ഡ്രൈ ആയി. അപ്പം ഞാനിനി വാഷ് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് സിറം ആപ്ലിക്കേഷനാണ്. ഇതാ സിറം. കണ്ടോ, ഇതാ സിറം. എൻ്റെ മുഖത്ത് ചെറിയൊരു ഈർപ്പമുണ്ട്, അതിലാണ് ഞാൻ ഈ സിറം ഇടുന്നത്. സിറം നമുക്ക് കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ 2 പ്രാവശ്യത്തേക്കുണ്ട്. പക്ഷെ ഞാനിതിൽ ലാവിഷായിട്ട് തന്നെ ഇടുന്നു. കാരണം എനിക്കറിയില്ല അത് വെച്ച് കട്ട് ചെയ്ത കവറ് ഇനി തുറന്ന് വെച്ചാൽ ചിലപ്പോൾ അത് നമുക്കറിയില്ല, തുറന്നിരുന്നിട്ട് പിന്നെ അത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അതുകൊണ്ട് ഞാനത് ഫുള്ള് യൂസ് ചെയ്യും. അപ്പം ഞാൻ ഇട്ടു. ഇനി ഇത് ഉണങ്ങിക്കഴിയുമ്പം നമ്മൾ ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും വെച്ച് അതിനെ അങ്ങ് കവർ ചെയ്യുക. ഓക്കെ, ഈ ഓരോന്നിൻ്റെ ഇടയിൽ ഇപ്പം ഇതിട്ട് സിറം ഇട്ട് കഴിഞ്ഞിട്ട് ഒരു നല്ലോണം ഉണങ്ങി എന്ന് നല്ല ബോധ്യമാകുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് ഒക്കെ ആകും. ആ 5 മിനിറ്റ് കൊണ്ടേ നമ്മുടെ സ്കിന്നിൻ്റെ അകത്തോട്ട് അത് അബ്സോർബ് ചെയ്ത് പിടിക്കുകയുള്ളൂ. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ, അതും കഴിഞ്ഞ് ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു സൺസ്ക്രീൻ, ഇതിട്ട് അങ്ങ് അവസാനിപ്പിക്കുക. ഇത്രയാണ് ഫേഷ്യൽ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് നമുക്ക് സാധാരണ പാർലേഴ്സിലൊക്കെ ആണെങ്കിൽ സ്റ്റീം കൊടുത്തിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവർ കിട്ടും വാങ്ങിക്കാനായിട്ട്. അത് വെച്ച് അവർ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എടുക്കും. എനിക്ക് ഒരുപാട് ഇല്ല, എന്നാലും ഉണ്ട്, പക്ഷെ ഞാനത് ചെയ്തില്ല. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എടുക്കുന്ന റിമൂവർ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആവി കൊടുക്കുമ്പോഴത്തേക്ക് അത് നല്ലോണം എളുപ്പത്തിന് പുറത്തോട്ട് വരാൻ സഹായിക്കും. അതുകൊണ്ട് ആവി കൊടുത്തിട്ട് എപ്പോഴും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എടുക്കാവും. അല്ലാതെ ഒരിക്കലും മുഖത്ത് ചെയ്യരുത്. ഞാൻ കണ്ടിട്ടുണ്ട് ചിലത് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യരുത്. നല്ല ചൂട് കൊടുക്കുമ്പോൾ അത് എളുപ്പം പുറത്തോട്ട് വരാനുള്ള ഒരു ടെൻഡൻസി അതിനുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് ഫേഷ്യൽ എന്ന് പറയുന്നത്. അപ്പം ഇനി ബാക്കിയുള്ളത്
ഞാൻ കാണിക്കുന്നില്ല. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഫേഷ്യൽ ചെയ്യണം. പാർലറിൽ പോകാൻ പറ്റുന്നില്ല, ചിലരൊക്കെ പോകത്തില്ല, ഇച്ചിരി പ്രായമുള്ളവരൊക്കെ പറയും ഓ എന്തോ ഇനി എനിക്ക് വയ്യ എന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ മക്കളെടുത്തോ കൊച്ചുമക്കളെടുത്തോ പറഞ്ഞിട്ടൊരു ഫേഷ്യൽ കിറ്റ് വാങ്ങുക, അല്ലെങ്കിൽ പോകുന്നവരാണെങ്കിൽ പോയി ചെയ്യുക, അല്ലെങ്കിൽ തനിയെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ തനിയെ ചെയ്യുക. നമ്മുടെ സ്കിന്നും നമ്മുടെ മുഖവും നന്നായിരിക്കണം, നമ്മൾ മാത്രമേ ആഗ്രഹിക്കുള്ളൂ, വേറെ ആരും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്നും നന്നായിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും താങ്ക് യു. എൻ്റെ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുന്നതിന് താങ്ക് യു, കമൻസ് എഴുതുന്നതിന് താങ്ക് യു. അപ്പൊ ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ പോകണം. ഓക്കെ, ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വേണം. ഓക്കെ, ബൈ, ലവ് യു ഓൾ.